എന്താ ഞാൻ കണ്ടിട്ട് ഒരു പൊതുവെ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്കൊരു ഓണപരിപാടികളൊന്നും നടത്താൻ പറ്റാത്ത സ്ഥിതിക്കാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 2024 ആദ്യത്തെ ഓണം ആണ്. ഇഷ്ടപ്പെട്ടു. അടിപൊളി. Nice movie. The sound mixings are very good. ഇത് എന്ന് പറഞ്ഞാൽ എല്ലാം പുതുമുഖങ്ങളാണ്. ഒത്തിരി പേര് പുതുമുഖങ്ങളുണ്ട്. അവരെയൊക്കെ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞൊരു ശ്രമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് സ്ഥാപിച്ചുകൊണ്ട് എന്തായാലും വിജയിച്ചിട്ടുണ്ട്. ഹൈലൈറ്റ് നമ്മളെ ചെറിയ കഥാപാത്രം പറഞ്ഞപ്പോഴത്തേക്കും ടൊമാറ്റോനൊക്കെ നല്ല രസകരമായ മൂവിയായിരുന്നു. നമ്മുടെ വളരെ നന്നായിരുന്നു. പെർഫോമൻസ് എല്ലാം വളരെ നന്നായിരുന്നു. നല്ല അഭിനയം. വളരെ നല്ല അഭിപ്രായമാണ്. പിന്നെ നമുക്ക് നാട്ടിലൊരു ഓണം കൂടി ഒരു ഫീലും കിട്ടി. പിന്നെ അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, നന്നായി വർക്ക് ചെയ്യുന്നത്. ഇതൊരു ഫിലിമാണ് കാണുന്നതെന്നൊരു രീതി അല്ലാണ്ട് നമ്മുടെ മനസ്സിൽ നമ്മളൊരു ഓണത്തിൻ്റെ ഒരു പരിപാടി അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന തൊട്ട് നമുക്കൊരു ഫീൽ ചെയ്ത് എല്ലാ ആൾക്കാരും നന്നായിട്ട് ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. ഓണത്തെ മനോഹരമായി റിക്രിയേറ്റ് ചെയ്തു. കുവൈറ്റിൻ്റെ സാഹചര്യം, പ്രവാസികളുടെ സാഹചര്യങ്ങൾക്കൊക്കെ അനുസൃതമായിട്ട് അത് ക്രിയേറ്റ് ചെയ്തു, എൻജോയ് ചെയ്തു. ചെറിയ തലമുറക്കല്ല, പുതിയ തലമുറയ്ക്ക് ഒരു പാഠമാണ്. The film is very good, okay. And I recommend all the people to see this film. Okay. It's a good message actually. A good reality has been shown in this film actually. പിന്നെ ഇത്രയും പേരെ യോജിപ്പിച്ചൊരു ഫിലിം എടുക്കാൻ തന്നെ ചില കാര്യമാണ്. എന്തായാലും നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം തന്നെ സിനിമ രൂപത്തിൽ. നമ്മൾ കുറേ അസോസിയേഷനിൽ ഇപ്പോൾ ഒരു ഓണപരിപാടികളൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഇത് ആദ്യമായിട്ടാണ്. എന്തായാലും സാബു ചേട്ടനും ടീമിനും അഭിനന്ദനങ്ങൾ. അത്യാവശ്യം എന്താ പറയുക, ഇവിടെയുള്ള കലാകാരന്മാരെ വെച്ച് നല്ല രീതിയിൽ ചെയ്തെന്ന് പറയാം. കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഫോട്ടോഗ്രാഫി കുറച്ചുകൂടെ ഒന്ന് ഉണ്ടാക്കുമായിരുന്നു. നല്ലൊരു ഫിലിമാണ്. ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രമേയം, ആരും ഇതുവരെ ചെയ്യാത്തൊരു പ്രമേയം വളരെ നല്ല രീതിയിൽ തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു നേർക്കാഴ്ചയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ. പിന്നെ ഫോട്ടോഗ്രാഫിയിൽ ആ ഡാൻസൊക്കെ കുറച്ചും കൂടെ ബാക്ക് വ്യൂ കൂടെ വന്നിരുന്നെങ്കിൽ ആ ഡാൻസ് കുറച്ചും കൂടെ ഒന്ന് ഭംഗിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ആവറേജ് ഓക്കെ. നല്ലൊരു ഫീലായിരുന്നു. ഒരു ഓണമുണ്ട് ഒരു ഫീലുണ്ടായിരുന്നു. പിന്നെ ആ സിനിമയുടെ തീം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് പ്രോഗ്രാം അലങ്കോലപ്പെടുന്നതിൻ്റെ എല്ലാ സൗന്ദര്യവും അതിൽ കൊപ്പിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പിന്നെ എടുത്തു പറയുന്ന ഷെറിൻ മാത്യു അവതരിപ്പിച്ച സംഘാടകയുടെ ഉള്ളൊരുക്കങ്ങൾ അലങ്കോലപ്പെട്ടു പോകുന്ന ഒരു പരിപാടിയെ നേരെയാക്കാനുള്ള വളരെ നന്നായിട്ടുണ്ട്. ഒരുപാട് എഫേർട്ട് ഉണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിൽ. അതിപ്പോൾ സിനിമ കണ്ടപ്പോൾ ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി. കാരണം സാബു സാറിൻ്റെ ഒപ്പം പിന്നെ നിങ്ങൾക്കറിയാം, സാബു സാർ ഇവിടുത്തെ അറിയപ്പെടുന്നൊരു സംവിധായകനാണ്, അതുപോലെ ആർട്ടിസ്റ്റാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് പഠിക്കാൻ പറ്റി, അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ നമ്മളെ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്ന നിവിൻ, അദ്ദേഹത്തെ ഒരുപാട് പേര് പരിചയപ്പെടാനും നമ്മൾ അവരൊപ്പം വർക്ക് ചെയ്യാനൊക്കെ പറ്റി. നമ്മൾ സത്യം പറയുകയാൽ നമ്മൾ പ്രവാസികളാണ് ഇപ്പം നാട്ടിലേക്കാളും കൂടുതൽ ഓണം ആഘോഷിക്കുന്നത്. കാരണം നാട് വിടുമ്പോഴാണ് നമുക്ക് നമ്മുടെ ബന്ധങ്ങളും വീടും നാടും ഒക്കെ മിസ് ചെയ്യുന്നത്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാനുള്ള നമ്മുടെ ഒരു ശ്രമമാണ് നമ്മളിവിടുത്തെ ഈ ഓണാഘോഷങ്ങൾ. അപ്പോൾ അത് വളരെ നന്നായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റി. ഒരു ഓണാഘോഷം കൂടിയ ഒരു ഫീൽ ഉണ്ടായിരുന്നു. സാബുചേട്ടൻ്റെ ഈ വർക്ക് നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്.